ഹലോ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു വിൻറ്റേജ് ജേണൽ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഇതൊരു വിൻറ്റേജ് തീമിലുള്ള ഒരു ജേണലാണ്. ശരിക്കും ജേണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസും റെഗുലേഷൻസും ഇന്ന തീം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ശരിക്കും സാധാ ഒരു ബുക്കും പെന്നും വെച്ചിട്ട് തന്നെ നമുക്ക് ജേണലിംഗ് ചെയ്യാൻ പറ്റും. ശരിക്കും ജേർണലിംഗ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കൂട്ടോ. കാരണം അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻസൈറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിപ്രഷൻ ഉള്ളവർക്ക് അത് നേരിടാൻ വേണ്ടിയിട്ടും സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ജേർണലിംഗ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്തു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിന് പേപ്പേഴ്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് A4 ഷീറ്റാ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെ പേജസോ, ഏത് പേജസ് ആണെങ്കിലും കുഴപ്പമില്ല, എന്ത് ടൈപ്പ് പേജസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബുക്കിൻ്റെ പേജാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് ചെറിയൊരു ജേണലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡാണത് കേട്ടോ. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കട്ടൻ ചായയില്ലേ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അതിലും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ പേപ്പേഴ്സിനൊക്കെ നല്ല വിൻറ്റേജ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇനി ഈ പേപ്പേഴ്സൊക്കെ ഒന്ന് നല്ലപോലെ ഡ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് നമ്മൾ വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ സമയമെടുക്കും അത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഈ ജേണലിൻ്റെ കവർ പേജ് ചെയ്തെടുക്കണം. അതിന് നല്ല കട്ടിയുള്ള ബ്രൗൺ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പേജസിൻ്റെ ഒക്കെ മെഷർമെൻറ്റിൽ ഈ ഒരു കവർ പേജ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഈ പേപ്പേഴ്സൊക്കെ ഒരു 3 സെക്ഷനാക്കി വെച്ചിട്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിൻറ്റേജ് ലുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പേജസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈൻഡിങ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യട്ടത്. നൂലും സൂചിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ബൈൻഡ് ചെയ്യാൻ അറിയണവരാണെങ്കിൽ അങ്ങനെ ചെയ്യാതായിരിക്കും കുറച്ചും കൂടി ഭംഗി. എല്ലാ വെയിറ്റ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഫെവിക്കോൾ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ സ്റ്റാപ്ലെയർ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കവർ പേജ് ഒന്ന് ഇനി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ മിനിമലായിട്ടാണ് ചെയ്യുന്നുള്ളൂ, കാരണം ആ ഒരു രീതിയിൽ കാണാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനിവിടെ വളരെ മിനിമലായിട്ടാണ് ഇതിൻ്റെ കവർ പേജ് ചെയ്തിട്ടുള്ളത്.
വിൻറ്റേജ് തീമിൽ വരുന്ന ഒരു ഷീറ്റിൻ്റെ ഒരു പീസും അതുപോലെ 2 സ്റ്റിക്കേഴ്സും മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. കവർ പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പേപ്പേഴ്സിനെ ഗമ്മ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വിൻറ്റേജ് ജേണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.